അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏകദൈവത്വം, പരലോക വിചാരണ, പ്രവാചക ദൗത്യം തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ ഈ സൂറത്തിൻ്റെ ആമുഖമായി കൊണ്ട് നാം പഠിച്ചത്. ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ മൂസാ നബിയുടെ ചരിത്രം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനവും സാഹചര്യവും മൂസാ നബി അലൈഹി സ്വലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളുമായി പലതരത്തിലും സാമ്യതകളുള്ളതാണ്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഖുർആൻ കൊണ്ട് ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ പോലെ മുമ്പ് മൂസാ നബിയെയും തൻ്റെ ജനതയെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അള്ളാഹു ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചിരുന്നു എന്നും അങ്ങനെ അദ്ദേഹം അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ നേർമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു എന്നുമാണ് ഇന്ന് പഠിക്കുന്ന 5-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂരി വദക്കിർഹും ബിഅയ്യാമില്ലാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ, മൂസയെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകിയ പോലെ മൂസാ നബി അലൈഹി സ്വലാമക്ക് തൗറാത്ത് അള്ളാഹു നൽകിയിരുന്നു വേദഗ്രന്ഥമായിക്കൊണ്ട്. അതോടൊപ്പം അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ചില അത്ഭുത ദൃഷ്ടാന്തങ്ങളും അള്ളാഹു മൂസാ നബിക്ക് നൽകിയിരുന്നു. അത്ഭുതകരമായ വടി, വെളുത്തു പ്രകാശിക്കുന്ന കൈ, ഇതൊക്കെ അള്ളാഹു മൂസാ നബിക്ക് നൽകിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങളായിരുന്നു. അക്കാലത്ത് ഈജിപ്തിൽ മായാജാലവും മാന്ത്രിക വിദ്യയും വളരെയേറെ പ്രചാരത്തിലുള്ള സമയമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ആ നാട്ടിലെ എല്ലാ മായാജാലങ്ങളെയും അതിജയിക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് ആ ജനത്തെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിനായി താൻ പ്രവാചകനാണെന്നതിന് തെളിവായിക്കൊണ്ട് മൂസാ നബിക്ക് അള്ളാഹു നൽകിയത്. അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ, താങ്കളുടെ ജനതയെ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് താങ്കൾ നയിക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട്. ഈ സൂറത്തിലെ 1-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ കൊണ്ട് ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക, മോചിപ്പിക്കുക എന്ന് പറഞ്ഞ അതേ സംഗതിയാണ് മൂസാ നബിയോടും കൽപ്പിച്ചിരുന്നതായി ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൽ സൂചിപ്പിച്ച പോലെ ആ കാലഘട്ടത്തിൻ്റെ ഭാഷയിലും ശൈലിയിലും ബിലിസാനി ഖൗമിഹി പ്രബോധനം ചെയ്യാനുള്ള ദൃഷ്ടാന്തങ്ങളും വേദഗ്രന്ഥവുമാണ് അള്ളാഹു മൂസാ നബിക്ക് നൽകിയത്. എന്നിട്ട് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, വദക്കിർഹും ബി അയ്യാമില്ലാ, അള്ളാഹുവിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. മൂസാ നബിയോട് തൻ്റെ ജനതയായ ബനു ഇസ്രായേലികളെ അള്ളാഹുവിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും വ്യക്തമാക്കുന്ന ചരിത്രത്തിൽ നടന്ന മഹാസംഭവങ്ങൾ എന്നാണ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ ചരിത്രത്തിൽ നടന്ന വലിയ ശിക്ഷയും അതുപോലെയുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉൾപ്പെടും. മഹാസംഭവങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അയ്യാമ് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ബനു ഇസ്രായേലികളെ ചരിത്രത്തിലുണ്ടായ അള്ളാഹുവിൻ്റെ മഹാസംഭവങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അടങ്ങിയ ചരിത്ര സംഭവങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന്, അവർ ഈജിപ്തിൽ എത്തുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ അധികാരത്തിൽ വന്നതോടെയാണ്. യൂസുഫ് നബി ഈജിപ്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളിലും ശേഷം നടന്ന സംഭവങ്ങളിലുമൊക്കെ അവർക്ക് അള്ളാഹുവിൻ്റെ ശക്തിയെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർക്കാനുള്ള ധാരാളം പാഠങ്ങളുണ്ട്. അതിനുശേഷം ഫിർഔന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്, ഫിർഔൻ പിന്തുടർന്നപ്പോൾ അവരെ ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയത്, അവർ നോക്കി നിൽക്കെ അവരുടെ ശത്രുവും ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളിൽപ്പെട്ടവനുമായ ഫിർഔനെ മുക്കിക്കൊന്നത്, മരുഭൂമിയിൽ അവർക്ക് മേഘം കൊണ്ട് തണൽ നൽകിയത്, മന്നയും സൽവയും ഇറക്കിക്കൊടുത്തത് തുടങ്ങിയവയൊക്കെയും അള്ളാഹുവിൻ്റെ അയ്യാമുകളായി ബനു ഇസ്രായേലികളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് മൂസാ നബിയോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ, ക്ഷമിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൽ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്.
ഈ ചരിത്ര സംഭവങ്ങളിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ക്ഷമയോടുകൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നിലകൊണ്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്. എക്കാലത്തെയും സത്യവിശ്വാസികൾക്ക് പാഠങ്ങളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ ഏകനായ അള്ളാഹുവിൻ്റെ ശക്തിയാലും കാരുണ്യത്താലും സാധിക്കും. നന്ദിയോടെ ക്ഷമയവലംബിച്ചുകൊണ്ട് നിലകൊള്ളുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.